അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. വല്ലപ്പോഴും ശകലം ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ല. അകത്ത് മട്ടൺ ഇരിപ്പുണ്ട്, മട്ടൺ എടുത്തോണ്ട് പോയി കഴിക്കാൻ. മൂത്ത മകൻ രോഹിത് ഉള്ളത് പോളണ്ടിലാണ്. ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണ് രോഹിത്. അങ്കിളിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. അത് കഴിക്കാൻ അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ജയപ്രകാശ് രശ്മി എന്ന് പറയുന്ന രണ്ടുപേരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ട് എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് അവരുടെ ആഹാര രീതി. അതായത് ചിക്കനും മട്ടനും മാത്രമേ കഴിക്കത്തുള്ളൂ, വീട്ടിൽ വെജിറ്റബിൾസ് വാങ്ങിക്കത്തില്ല, ഫ്രൂട്ട്സ് വാങ്ങിക്കത്തില്ല. അതായത് ജയപ്രകാശ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഇഷ്ടം ഭാര്യയിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കുവാണ്. പുള്ളിക്കാരത്തിയുടെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം പുള്ളിക്കാരത്തി അത് അവിടെ സഹിച്ചാണ് നിൽക്കുന്നതെന്ന്. അത് ഏത് പൊട്ടനും അത് കാണുമ്പോൾ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോവാം. പുള്ളിക്കാരത്തിയുടെ, അതായത് ഈ രശ്മി എന്ന് പറയുന്ന ആ ഒരു ആൻറ്റിയുടെ മകളുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. കാര്യം ഇത് ഇത്രയും വിവാദമാക്കിയത് ഈ പറയുന്ന മകളാണ്. അനാവശ്യമായിട്ട് അവിടെ പോയി ഹോം ടൂറും നടത്തി, അതിനകത്ത് പബ്ലിക്കിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇട്ടും കൊടുത്ത് മാക്സിമം നെഗറ്റീവ് അവർക്ക് വാങ്ങിക്കൊടുത്ത്. എന്തായാലും എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് റുട്ടീന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അത് വളരെ ജെനുവിൻലി ഫുഡ് എങ്ങനെയാണ് ആ ഡയറ്റ് ഒന്ന് പറയാമോ? മേ ബി അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ ചോദിച്ചതായിരിക്കും. നമ്മുടെ അടുത്തൊക്കെ സജഷൻ ചോദിക്കുള്ളൂ. ഇപ്പൊ എന്റെ 3:30 AM മോർണിംഗ് റുട്ടീൻ കണ്ടിട്ടുള്ള പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എണീക്കുന്നത്, ആ സമയത്ത് എങ്ങനെ എണീക്കാൻ പറ്റും, അല്ലെങ്കിൽ എണീറ്റിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എണീക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ കുറെ ടിപ്സ് ചോദിക്കുന്ന പോലെയാണ് ഞാനും വിചാരിച്ചത് ഡയറ്റ് അങ്ങനെ ചോദിച്ചതായിരിക്കും. അങ്ങനെ വളരെ സത്യസന്ധമായിട്ട്, പ്രത്യേകിച്ചും അങ്കിള് പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മനുഷ്യൻ എത്രത്തോളം ജെനുവിൻ ആണ്, എത്ര സത്യസന്ധമായിട്ടാണ്. ഇപ്പം ഒരു കാര്യം അങ്കിൾ അങ്ങനെ അല്ല എന്ന് പറയണില്ലേ. അപ്പൊ ഇതിലൊന്നും അങ്കിള് ഇന്റർഫിയർ ചെയ്ത് ഞാൻ ഇന്നലെ നിനക്ക് ഫ്രൂട്ട്സ് മേടിച്ച് തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മാങ്ങയും ചക്ക ഇവിടെ കൊണ്ട്. ഇപ്പൊ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ അകത്ത് പൊമഗ്രനേറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്, പഴമുണ്ട്. ഇതൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. ഈ പറയുന്ന നിങ്ങളുടെ അമ്മ എന്താണ് പറഞ്ഞത്? ഇവിടെ വെജിറ്റബിൾസും മേടിക്കത്തില്ല, ഫ്രൂട്ട്സും മേടിക്കത്തില്ല, വല്ലപ്പോഴും ശകലം ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ല. അകത്ത് മട്ടൺ ഇരിപ്പുണ്ട്, മട്ടൺ എടുത്തുകൊണ്ട് പോയി കഴിക്കാനേ പറയത്തോളം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരൊന്നും അല്ല, മനസ്സിലായോ? ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരുമാണ് അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരത്തി സംസാരിച്ച് വരുന്നത്. ആദ്യമേ നിങ്ങൾ തന്നെ ആ ഒരു വീഡിയോ ഇരുന്ന് കണ്ടു നോക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടറടിച്ച്. നിങ്ങൾ സൈഡിലിരുന്ന് ചിരിക്കുന്നു, എടുക്കുന്നു. അതായത് സ്വന്തം അമ്മയ്ക്ക് ഇത്രയും വയസ്സായി, അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കുന്നതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി എന്ത് കഴിക്കുന്നോ അത് മാത്രമേ ആ ഒരു ആൻറ്റി കഴിക്കാവൂ എന്നുള്ളൊരു മൈൻഡിലാണ് കക്ഷി. അത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അതിൽ ബാക്കിയോടെ പറ. സാധനങ്ങൾ അവിടെ ഇരിക്കുക. അപ്പം സംഭവം എന്ന് വെച്ചാൽ എന്റെ അമ്മ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളല്ല. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അച്ഛന്റെ കട, അച്ഛൻ്റെ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അപ്പൊ അച്ഛൻ എന്ന് രാത്രി വരുമ്പോൾ ഒരു വലിയ കിറ്റ് നേരെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരും. മേ ബി ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ നമ്മളിപ്പോ കടയിൽ പോയി എത്രയാ ഞാനൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോ ഓറഞ്ച് ഒന്നും ഞാൻ മേടിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ള ഒരു 5, 6 അല്ലെങ്കിൽ 10 ഓറഞ്ച് ഞാൻ മേടിക്കുമായിരിക്കും. അത്രയോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഒരു 2, 3, 4 ആപ്പിൾ മേടിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കിലോ കണക്കിനുള്ള ഒരു കണക്ക് നമുക്കില്ല. അപ്പം അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം. അങ്ങനെ, കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത്രയേ ഉള്ളൂ. ഈ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു സാധനം മറ്റൊരാളെ ഒരിക്കലും അടിച്ചേൽപ്പിക്കല്ലേ, അല്ലേ? അതായത് വല്ലപ്പോഴും സ്വന്തം പാർട്ട്ണറിൻ്റെ അടുത്ത് ചോദിക്കണം, എന്തൊക്കെ ആഹാരമാണ് വേണ്ടത്, നിനക്ക് ഇതുകൂടെ പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് മെയിനായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആൻറ്റിയുടെ സംസാരം കേട്ടിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പുള്ളിക്കാരത്തിക്ക് ഒട്ടും താല്പര്യമില്ല. പുള്ളിക്കാരത്തി തന്നെ എടുത്ത് പറയുന്നത് ഞാൻ കഴിച്ച് മടുത്തു എന്ന്. അതിനൊന്നും പറയാനില്ലേ? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സാധനം നേരെ ട്വിസ്റ്റ് ചെയ്ത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോവാണ്. അനാവശ്യമായിട്ട് എന്തിനാണ് ഈ ഫാമിലിയൊക്കെ, അതായത് ഈ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് പബ്ലിക്കിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിടുന്നത്? ഒന്നുകിൽ കഴിവതും മിണ്ടാതിരിക്കണം. പ്രത്യേകിച്ചും രോഹിത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കിളുടെ മൂത്ത മകൻ രോഹിത് ഉള്ളത് പോളണ്ടിലാണ്. രോഹിത്തും വൈഫും ജസ്റ്റിനും ഇവർ രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്. ഇവർ രണ്ടുപേരും ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഇതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് രോഹിത്ത് അങ്കിളിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. കാരണം ഒരു അങ്കിളിന് കുറച്ച് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൊളസ്ട്രോൾ ഈ മട്ടനും ചിക്കനും മാത്രം കഴിച്ചാൽ മതി എന്നുള്ളൊരു ഡയറ്റ് സ്വന്തം മകനാണ് കൊടുത്തതെന്ന് പറയുന്നത്.
ഈ ബോഡി ബിൽഡേഴ്സിനൊക്കെ ഇതൊക്കെ കഴിക്കുന്നതിനകത്ത് വലിയ വിഷയം വരത്തില്ല, മനസ്സിലായോ? പക്ഷേ പ്രായം ചെന്ന ആൾക്കാർ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റൊമക്ക് ഇഷ്യൂസ് വരത്തില്ലേ? എനിക്കറിയാൻ വയ്യ. ഇനി ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യും. കാര്യം വെജിറ്റബിൾസ് കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, പിന്നെ എന്തൊരു ഡയറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൊടുക്കുന്നത്. എൻ്റെ അറിവിൽ എങ്ങനെ ഒരു ഡയറ്റ് ഇല്ല. ഇനിയിപ്പം നമ്മളെക്കാട്ടും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വിഷയത്തിൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ബാത്റൂമിൽ പോകുമ്പോഴതൊക്കെ ഇഷ്യൂസൊക്കെ വരത്തില്ലേ? എന്തും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. അത് വല്ലാത്തൊരു ഡയറ്റായിപ്പോയി. ഇത് കൂടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ടച്ച് വുഡ് ഇതുവരെ അതിനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹീസ് വെരി ഹെൽത്തി. അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കത് കഴിക്കാൻ അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അങ്കിളിന്. ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് ഞാൻ എന്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ കീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ഞാൻ ഈ പറയുന്ന പോലെ ഈ മീറ്റും അങ്ങനത്തെ ഭയങ്കര ഹെവി ഫാറ്റുള്ള കാര്യങ്ങൾ തന്നെ കഴിച്ച് എനിക്ക് മടുത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ സംഭവം നിർത്തി. അപ്പം എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. പക്ഷെ എന്റെ കൂടെ എനിക്ക് അറിയാവുന്ന പല ഫ്രണ്ട്സും കീറ്റോ കുറെ മാസങ്ങൾക്ക് ശേഷം ചെയ്ത് നല്ല റിസൾട്ട് വരുത്തിയവരും കീറ്റോ കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ചെയ്തവരുമുണ്ട്. അപ്പം ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അങ്കിളിന് അത് പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്നുണ്ട്. അങ്കിൾ ഹെൽത്തി ആയിട്ടും അങ്കിളിനാണ് അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ അത് ഓക്കെ ആവുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അത് ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിക്കാണ് അവിടെ ഈ ഓരോ സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനും മട്ടനും മാത്രം തന്നൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കൂടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ആൻറ്റിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് ചോറുണ്ണണമെന്നൊക്കെ നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ട്. ഇതതുപോലും ഇല്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. അയാളുടെ ഇഷ്ടങ്ങൾ പുള്ളിക്കാരത്തി അത് തിന്നേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലോട്ട് പോവുകയാണ്. എന്തായാലും ഇതിനൊക്കെ ഇങ്ങനെ വന്നിരുന്നതിനായിരിക്കുന്നതിനകത്തൊട്ട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. സംഭവം കൈവിട്ട് പോയെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. അന്നേരം പിന്നെയും ചുമ്മാതെ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇറങ്ങിയിരിക്കുക. ആയിട്ട് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും മട്ടൺ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നതോ അല്ലെങ്കിൽ രാവിലെ എഗ്ഗ് കഴിക്കുന്നതിനോ അങ്കിളിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അങ്കിൾ അത് കഴിക്കണം. ഒരിക്കൽ പോലും ഇത്രയും ദിവസം ഇപ്പം എത്രയാ ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത് അങ്കിൾ ഒരിക്കലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും. അതെങ്ങനെ? ആ പുള്ളിക്കാരത്തി തന്നെ ഈ പറയുന്നത് നിങ്ങളുടെ അമ്മ തന്നെയാണ് പറഞ്ഞത്. അതൊന്നും എൻ്റെ അടുത്ത് എന്നെ കഴിക്കാൻ സമ്മതിക്കത്തില്ല എന്ന്. ആ വീഡിയോ വ്യക്തമായിട്ട് കണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം വന്നിരുന്ന് ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ. അതായത് ഇപ്പം എന്തു പറയണ്ടേ, ഇവരുടെ ഇടയിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല. അവരതിനകത്ത് ഓക്കെയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു ഈ പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. അവരുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമ്മളെല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തേ. ഒന്നും മകള് പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്, അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു കുറെ പേരുണ്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ റീൽസ് കാണുന്നതിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേഴ്സണലി ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ രാവിലെ കഴിക്കുന്നത് എഗ്ഗാണ്. ഒരുപാട് പേര് ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ബ്രൗൺ ബ്രെഡ് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ. അത് നല്ലതാണ്. അതൊന്നും ഒരിക്കലും ഇവിടെ ഒരു എന്താ പറയണ്ട മോശമായിട്ടുള്ള ഒരു ഫുഡാണെന്ന് ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. അത് എല്ലാവരും മിക്ക ആൾക്കാരും അങ്ങനെയാണ്. ഇപ്പം എഗ് വൈറ്റ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് മാക്സിമം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അല്ലാതെ ഇത് വേറൊരു സാധനമാണ്. അത് നിങ്ങൾ ഒരിക്കലും ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഡെയിലി ഈ പറയുന്ന പോലെ ഉച്ചയ്ക്ക് ഇത്രയും നിറച്ച് ചിക്കനും മട്ടനും മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ, അത് എവിടുത്തെ പ്രോട്ടീനാണത്? എഗ് ആയിരിക്കും കഴിക്കുന്നത്, ബോയിൽ ചെയ്ത്. അല്ലെങ്കിൽ എഗ്സ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ രാവിലെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ പഴങ്കഞ്ഞി മാത്രം നീ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കണ്ട, പട്ടിണിക്കല്ലല്ലോ ഇടുന്നത്. ഇത്രയും എന്താ പറയാ വില കൂടിയ നെയ്യില് ഇതിനും ഭേദം പട്ടിണി കിടക്കുന്നതാ, ഉള്ള കാര്യം പറയാമല്ലോ. ആ ഒരു ആൻറ്റിയുടെ ഫേസും അവരുടെ സംസാരവും കാണുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. പിടികിട്ടിയോ? ആ ആൻറ്റി പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഈ മറ്റേ ബിസ്ക്കറ്റ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് എന്താ ആ പുള്ളിക്കാരനാണ് പറയുന്നത് ഇതൊന്നും വേണ്ട, അതൊന്നും കഴിക്കണ്ട, ഒന്നെങ്കിൽ നിനക്ക് പോയി നട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ മട്ടൺ കഴിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വ്യക്തി സംസാരിച്ചത്. ഇപ്പോൾ ഈ പറയുന്ന ലെഫ്റ്റ് ഓവേഴ്സ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ പഴങ്കഞ്ഞി കഴിക്കണം ഇങ്ങനെയുള്ളൊരു സംഭവമൊന്നും ആ വ്യക്തി പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വ്യക്തിയുടെ
ജീവിതശൈലിയുണ്ട്. ഡെയിലി എണീക്കുക, രാവിലെ എന്തൊക്കെ കഴിക്കുന്നത്, ആ സാധനം തന്നെ ആയിരിക്കണം പാർട്ട്ണറും ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളൊരു സാധനത്തിനകത്തോട്ടാണ് എനിക്ക് ബേസിക്കലി യോജിക്കാൻ പറ്റാത്തത്. മനസ്സിലായ? ഇപ്പം ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മേ ബി ഒരു പക്ഷേ ആ വ്യക്തിക്ക് കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി ആ വ്യക്തി ഇങ്ങനെയുള്ള ഡയറ്റ് എടുക്കുന്നത്. പക്ഷെ അത് ഒരു കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മണ്ടയിലോട്ട് അത് അടിച്ചേൽപ്പിക്കുന്നതിനകത്തോട്ട് എങ്ങനെ യോജിക്കാൻ പറ്റും? സോർട്ട് ചെയ്ത് അവര് ഒരു 4 എഗ്ഗ് വീതമാണ് ഓരോ ദിവസം കഴിക്കുന്നത്. ഈ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഫോളോ ചെയ്തതിന് ശേഷം ടച്ച് വുഡ് ഞാൻ പറയുന്നു, എൻ്റെ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എൻ്റെ അമ്മ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് കാലുവേദന, നടുവേദന, അമ്മയ്ക്ക് കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ് മുട്ടിൻ്റെ അവിടെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് നടക്കുന്നതിന് പ്രശ്നമില്ല. അമ്മയ്ക്ക് വേറെ അസിഡിറ്റി ഇഷ്യൂസും ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അതിൻ്റെ ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഓക്കെ ആയി. അമ്മ ഇതുവരെ കല്യാണത്തിന് ശേഷം എനിക്ക് അയ്യോ മോളെ അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾ എന്താ മക്കളാണ്, നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോന്ന്. ഞങ്ങളിവിടെ ഞങ്ങളുടെ അമ്മേനെ എപ്പോൾ വിളിക്കുന്നോ, എന്ത് വിളിക്കുന്നോ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റും. ഈവൻ ദോ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ യൂട്യൂബിൽ ഇനി ഇവിടെ വീഡിയോസ് ചെയ്യണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പൊ എൻ്റെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാറ്റഗറി എൻ്റെ പാട്ട് പാടുന്നത്. ഞാൻ പറയട്ടെ, ഇത് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഈ ഒരു സാധനം എടുത്ത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടത്? നിങ്ങളല്ലേ ഇതിപ്പോൾ അനാവശ്യമായിട്ട് കൊണ്ടുവന്നിട്ടത്? പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സും കൂടെ ഒന്ന് എടുത്ത് നോക്ക്. ഇത് ഞങ്ങളൊക്കെ വിവാദമാക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ, ഈ പുള്ളിക്കാരത്തി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയെ വിളിക്കാറുണ്ടോ, അന്വേഷിക്കാറുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഞാൻ വിളിക്കുന്ന എടുക്കുന്ന കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്ത് പറഞ്ഞത്? പിന്നെ വേറൊരു ഡയലോഗും കൂടെ പറഞ്ഞല്ലോ, ഇവരുടെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യണ്ട എന്ന് വെച്ചതാണ് എന്ന്. അതാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് അവരെ പ്രായം ചെന്നാൽ അവരുടെയും കൂടെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചിടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡെയിലി വ്ളോഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. വെറുതെ അനാവശ്യമായിട്ട് അവരെയും കൂടെ ഇതിനകത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ഡയറ്റും രീതിയൊന്നും എനിക്ക് പേഴ്സണലി ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു, എന്തോ ഇതുവരെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും അമ്മയ്ക്ക് ഇല്ലാണ്ടായി, അമ്മയുടെ വേദനകൾ മാറി, അമ്മയുടെ മാനസികവും ശാരീരികമായിട്ടും അമ്മ ഭയങ്കര എനർജറ്റിക് ആയി വന്നതിന്റെ ഏറ്റവും നല്ല ഒരേ ഒരു കാരണം അങ്കിള് തന്നെയാണ്. അതെനിക്ക് എവിടെ വേണമെങ്കിലും ആരുടെ മുന്നിലും പറയാം. ഇത് പറയേണ്ടത് ഈ പറയുന്ന നിങ്ങളല്ല, അമ്മയാണ് പറയേണ്ടത്. ആ അമ്മ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നോ? അമ്മ കമാന്നൊരു അക്ഷരവും മിണ്ടുന്നില്ലായിരുന്നു. അമ്മ പറയുന്നത് കഴിച്ച് മടുത്ത് എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കകത്ത് സംസാരിച്ചത്. ഒരു രീതിയിലും താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറയുന്നത് അമ്മ ഭയങ്കര ഹെൽത്തി ആയി, അടിപൊളിയായി, ഭയങ്കര എനർജറ്റിക് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് അങ്ങനെ തോന്നിയില്ല. ആ പുള്ളിക്കകത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും രീതിയിൽ പറയണ്ടേ. ഇപ്പോൾ എനിക്ക് എൻ്റെ അസുഖങ്ങളൊക്കെ കുറവുണ്ട് എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും സംസാരിക്കുന്നില്ല. തുറന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യവും അങ്കിളിനെ പേഴ്സണലി അറിയുന്ന ഒരാൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് പോയി തിരക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അങ്കിളിനെ അറിയാവുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അങ്ങോട്ട് സങ്കടമാണ് അമ്മയുടെ അയ്യോ ആ. ഇപ്പം ഞങ്ങളുടെ സങ്കടത്തിൻ്റെ അല്ല ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു ആഹാരങ്ങൾ ഈ ഒരു രീതിയിൽ കഴിക്കുന്നത് കാണുമ്പം സ്വാഭാവികമായിട്ടും ആരായാലും പ്രതികരിക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങ് സങ്കടമോ അല്ലെങ്കിൽ നിങ്ങൾക്കില്ലാത്ത കൺസേൺ ഞങ്ങൾക്കുണ്ട് എന്നുള്ള അങ്ങനല്ല. അങ്ങനൊന്നും നിങ്ങളൊന്നും സംസാരിക്കില്ല. ഇപ്പം എന്തോ കൊല്ലത്ത് പോയി അന്വേഷിക്കാനായിട്ടൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്തുവാ? നിങ്ങളാണ് നിങ്ങളുടെ അമ്മയെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെ നാട്ടുകാരൊന്നും അല്ല. ഇതെടുത്ത് പബ്ലിക്കിൽ ഇടുകയും ചെയ്ത് എന്നിട്ട് എല്ലാവരും വായ കെട്ടി മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ നിയമമാണ്. എനിക്ക് മനസ്സിലാകാത്തതാ. സ്വന്തം അമ്മയുടെ ഹെൽത്തും അല്ലെങ്കിൽ സ്വന്തം അമ്മ എന്താണ് കഴിക്കുന്നത്, ആ കല്യാണം കഴിച്ച് വിട്ട വീട്ടിൽ നല്ല രീതിയിലാണോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കല്ലേ. അതിനിപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഉത്തരവാദിത്വമാണോ? മനുഷ്യൻ അമ്മേനെ കൊല്ല ചെയ്യുവാണ്. എന്തൊക്കെ ഹെഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. 2ാം കല്യാണം, ഇത് ഭയങ്കര ദുർവിധിയായി പോയി, അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ശാപമാണോ? എന്റെ പൊന്നോ, ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഈ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ എനിക്ക് പറയാനുള്ള കാര്യം, കൊല്ലത്താണ് അവർ താമസിക്കുന്നത്. ഈ കമൻസ് വല്ലപ്പോഴും നോക്കുന്നത് നന്നായിരിക്കും. ചേട്ടന്മാരെയും ചേച്ചിമാരെയും കുറ്റം പറയുന്നതിന് മുന്നേ അതിനകത്ത് പ്രധാനമായിട്ട് വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ വൈഫ് മരിച്ചു പോയത് ആഹാരം കിട്ടാതെ ആയിരിക്കും എന്നുള്ളൊരു തരത്തിൽ വരെ കമൻ്റ് ഉണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യം അങ്ങേര് കഴിക്കുന്ന ഫുഡിൻ്റെ രീതികൾ മനസ്സിലാക്കിയിട്ട് ആൾക്കാർ കമൻ്റ് ഇട്ടതാ. മനസ്സിലായ? അതല്ലാതെ ഞങ്ങളാരും പറയും അല്ലെങ്കിൽ ഞങ്ങളാരും ഹെഡിങ് കൊടുത്തതിൻ്റെ ഒന്നും അല്ലത്. നിങ്ങൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇത്രയും ഈ ഒരു സാധനം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നിങ്ങളെ എന്താ പറയണ്ട കുറച്ച് നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നതാണ്, അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പ്രശ്നം വരും
എന്നുള്ളൊരു ഒരു ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനമൊക്കെ സ്കിപ്പ് ചെയ്യാമായിരുന്നു. നിങ്ങളിതെല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുമായിരുന്നു. അത് മാത്രമല്ല, ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞില്ല? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നല്ലോ. നിങ്ങൾ കമാന്നൊരക്ഷരം മിണ്ടാതെ ഇങ്ങനെ കിടന്ന് കുനിഞ്ഞിരിക്കുമായിരുന്നല്ലോ. തലയും കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അല്ലാതെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ഞാൻ അവരുടെ അഡ്രസ്സ് വരെ പറഞ്ഞുതരാം. അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തോ എല്ലാം തിരക്കൂ. ജയപ്രകാശ് എന്നുള്ള വ്യക്തി എങ്ങനെയാണെന്നുള്ളതും പുള്ളിയുടെ രീതികൾ എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ ആ സഹോദരന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്ത് പോയി നിങ്ങൾ തിരക്കി നോക്കും, ആ ഫ്ലാറ്റിലെ നെയ്ബേഴ്സിന്റെ അടുത്ത്. അപ്പം മനസ്സിലാവും ആ മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം എനിക്കിതൊന്നും നമുക്ക് ആരുടെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ വീഡിയോ ഇന്ന് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ വെച്ചാൽ എന്തിനു ഈ ക്ലാരിറ്റി കൊടുത്തിട്ട് ഇപ്പൊ എന്നാ കാര്യത്തിനാന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പക്ഷെ ഇത് എന്റെ അമ്മയ്ക്കൊരു വിഷമം ഫീൽ ചെയ്തു എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനൊരു ക്ലാരിറ്റി മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയാൽ മതി. വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരും ഇതിന് ഇപ്പൊ വേറെ ട്രോൾ വീഡിയോസ് ചെയ്താലും എനിക്കൊന്നുമില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുമില്ല. കാരണം നിങ്ങൾക്ക് എന്താണെങ്കിലും എന്റെ അച്ഛന്റെയും അല്ലെങ്കിൽ എന്റെ അങ്കിളുടെയും എന്റെ അമ്മയടുത്തുമുള്ള സ്നേഹത്തിനെക്കാട്ടിയും കൂടുതൽ ഞങ്ങളെ മക്കൾക്കുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അമ്മയും അച്ഛൻ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അനാവശ്യമായിട്ട് അവരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ല. അത്ര അങ്ങ് സ്നേഹം അങ്ങ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ. സോ ഇമാതിരി തള്ളൊന്നും വന്നിരുന്ന് തള്ളല്ലേ. അമ്മയെ ഒരിടത്തോട്ട് കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഹെൽത്തും അമ്മയെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട നിങ്ങളാണ്, അല്ലാതെ ഈ പറയുന്ന യൂട്യൂബേഴ്സോ നാട്ടുകാരോ ഒന്നും അല്ല. നിങ്ങളെക്കാട്ടും കൂടുതൽ ഞാൻ സ്നേഹിക്കില്ല. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ അങ്കിളിനെ അമ്മയും അല്ലെങ്കിൽ എന്റെ അച്ഛനെ അമ്മയും എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ആരും സ്നേഹിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്നില്ല. ഇപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി നോക്കാനും പോകുന്നില്ല. അത് വളരെ സത്യമാണ്. കാര്യം നിങ്ങളെപ്പോലെ ഒരിക്കലും ഞങ്ങളാരും നിങ്ങളുടെ അച്ഛനെ അമ്മയെ സ്നേഹിക്കത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. അത് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ. അത്രയും മാത്രമാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു സ്നേഹത്തിൻ്റെ അല്ല, നമ്മുടെ കണ്ണും കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏത് കുടുംബത്തിൽ, ഇപ്പോൾ നിങ്ങളുടെ അല്ല, ഇപ്പോൾ ഏത് കുടുംബത്തിലാണെങ്കിലും നമ്മൾ പറയും അയ്യേ ഈ കാണിക്കുന്നത് ശരിയല്ലല്ലോ, അവർക്ക് കുറച്ച് ആഹാരമെങ്കിലും കൊടുത്തുവിടുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പോയി ആഹാരമെങ്കിലും മേടിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിൽ എല്ലാവരും സംസാരിക്കത്തുള്ളൂ. ഈ സാധനം അനാവശ്യമായിട്ട് ഇപ്പോൾ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരത്തി വന്ന് സംസാരിക്കുന്നത്. കൊള്ളാം. എന്തായാലും അനാവശ്യമായിട്ട് പ്രായം ചെന്ന ആൾക്കാരെടുത്ത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ആലോചിക്കണം, കേട്ടല്ലേ? അല്ലാതെ ചുമ്മാ വന്നിരുന്ന് മെഴുകില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് പറയണമായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.